Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയിൽ ഫൈനലൈസ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഫൈനൽ എന്താണ്, ഫൈനലി എന്താണ്, അതുപോലെ ഫൈനലൈസ് എന്താണ്, ഇത് മൂന്നിൻ്റെയും കൂടെ ഡിഫറൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഫൈനലൈസ് മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള പോയിന്റ്സ് നോക്കാം. അതിനകത്ത് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഫൈനലൈസിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫൈനലൈസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫൈനലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എ മെത്തേഡ് ഓഫ് ഒബ്ജക്റ്റ് ക്ലാസ്. ഒബ്ജക്റ്റ് ക്ലാസ്സിനകത്തെ ഒരു മെത്തേഡാണ് ഫൈനലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ക്ലാസ് എന്താണെന്ന് പലർക്കും അറിയില്ലായിരിക്കും. അതായത് നിങ്ങളോടിപ്പോൾ പല ഇൻ്റർവ്യൂസിനും ഒക്കെ ഞാൻ ചോദിച്ച് കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പലർക്കും ഇതിൻ്റെ ആൻസർ അറിയില്ല. അതായത് ജാവയിലെ എല്ലാ ക്ലാസ്സിൻ്റെയും ബേസ് ക്ലാസ് ഏതാണ്, അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്, അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്, ഇത് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളുടെയും പാരന്റ് ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അത് പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ക്ലാസ് ഇപ്പം നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും പാരന്റ് ക്ലാസ് ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനിവിടെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ എന്താ കൊടുക്കുക, എക്സ്റ്റെൻസ് അല്ലേ കൊടുക്കുക. ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോൾ എറർ വരില്ല. ഇവിടെ ഞാനിപ്പോൾ ഒബ്ജക്റ്റ് 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് എറർ വന്നു കണ്ടോ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് അവിടെ ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്ലാസ് എവിടെയാണ്, java.lang-നകത്താണ് വരുന്നത്. ക്ലാസ് ഒബ്ജക്റ്റ് ഇസ് ദ റൂട്ട് ഓഫ് ദ ക്ലാസ് ഹൈറാർക്കി. ക്ലാസ് ഹൈറാർക്കിയുടെ റൂട്ട് ക്ലാസ് അല്ലെങ്കിൽ പേരന്റ് ക്ലാസ് ആണ് ഒബ്ജക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരുപാട് ഒബ്ജക്റ്റും അറേസും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൺട്രോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാ ഈ ഒബ്ജക്റ്റ് ക്ലാസ്സിലേക്ക് പോകും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊരു പ്രീഡിഫൈൻഡ് ക്ലാസ് ആണ് ഈ ഒബ്ജക്റ്റ് ക്ലാസ്, എല്ലാ ക്ലാസ്സിൻ്റെയും പാരന്റ് ക്ലാസ്. ഇതിനകത്താണ് നമ്മുടെ ഫൈനലൈസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്ന് കൺട്രോൾ F കൊടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഫൈനലൈസ് മെത്തേഡിൻ്റെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ താഴെ കുറച്ചും കൊണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാ കാണാം, പ്രൊട്ടക്റ്റഡ് വേർഡ് ഫൈനലൈസ് ത്രോസ് ത്രോബിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലൈസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു പ്രൊട്ടക്റ്റഡ് മെത്തേഡാണ്. ഇത് ആ ഫംഗ്ഷൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസസ് ആണ്. ഇതിനകത്ത് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ആ മെത്തേഡ് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിനകത്ത് ഇംപ്ലിമെൻറ്റേഷനോ കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായല്ലോ. ഒബ്ജക്റ്റ് ക്ലാസ്സിനകത്ത് വരുന്നൊരു മെത്തേഡാണ് ഫൈനലൈസ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർബേജ് കളക്ടർ ഓൾവേസ് കോൾസ് ജസ്റ്റ് ബിഫോർ ഡിലീഷൻ ഡിസ്ട്രോയിങ് ദ ഒബ്ജക്ട് ഫോർ പെർഫോമിംഗ് ക്ലീനപ്പ് ആക്ടിവിറ്റി. അപ്പോൾ ഗാർബേജ് കളക്ടർ അറിയായിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും അൺയൂസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഗാർബേജ് കളക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഗാർബേജ് കളക്ടർ യൂസ് ചെയ്യുന്നതാണ് ഈ ഫൈനലൈസ് മെത്തേഡിന്. എന്തിന്? ക്ലീനപ്പ് ആക്ടിവിറ്റിക്ക് വേണ്ടി. അപ്പോൾ എന്താണ് ഈ ക്ലീനപ്പ് ആക്ടിവിറ്റി, എന്തിനാണ് ഗാർബേജ് കളക്ടർ ഇതിനെ വിളിക്കുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനപ്പ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ക്ലോസിംഗ് ദ റിസോഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദറ്റ് ഒബ്ജക്ട് ലൈക്ക് ഡേറ്റാബേസ് കണക്ഷൻ, നെറ്റ്വർക്ക് കണക്ഷൻ, ഓർ വി ക്യാൻ സേ റിസോഴ്സ് ഡിഅലോക്കേഷൻ. അതായത് ക്ലീനപ്പ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, നമ്മളിപ്പോൾ ന്യൂ കീവേഡ് കൊടുത്തൊരു ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു ഡേറ്റാബേസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഇൻസേർട്ടിനോ അതുപോലെ തന്നെ അതിൽ നിന്ന് ഫെച്ച് ചെയ്യാനോ ഒക്കെ ഒരു ഡേറ്റാബേസ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ റിസോഴ്സിനെ ഡിഅലോക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് വേറൊരെണ്ണത്തിന് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ റിസോഴ്സ് എപ്പോഴും അതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളൊരു ഫയൽ ഓപ്പൺ ചെയ്തു, അപ്പോൾ നിങ്ങൾ ഫയലിലേക്ക് റീഡോ റൈറ്റോ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ ക്ലോസ് ചെയ്യണം. അപ്പം എന്തൊക്കെ റിസോഴ്സുകൾ നമ്മുടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഡിഅലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഅലോക്കേറ്റ് നമ്മൾ ചെയ്യണം, എന്നാലേ അത് വേറെ ഒരെണ്ണത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഅലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു ക്ലോസ് കണക്ഷൻ, ക്ലോസിംഗ് കോഡ് എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലോസിംഗ് കോഡിനാണ് നമ്മൾ ക്ലീനപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഗാർബേജ് കളക്ടറിന് മനസ്സിലാവും ഇതെന്തൊക്കെ നമ്മുടെ ഈ ഒബ്ജക്റ്റ് എന്തിനൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം അത് ഡിഅലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലീനപ്പ് ആക്ടിവിറ്റി സക്സസ് ആയിട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഗാർബേജ് കളക്ടർ ആ അൺയൂസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് അടുത്ത പോയിന്റ്. ഫൈനലൈസ് മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ക്ലീനപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഗാർബേജ് കളക്ടർ ആ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇത്രയും 4 പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇത് 4 മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഫൈനലൈസ് മനസ്സിലായി. ഇനിയിപ്പോൾ ഇത് ഫൈനലൈസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ example.java എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്റ്റൻസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒബ്ജക്റ്റ് ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ, അത് വേണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഡീഅലോക്കേഷൻ നടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു മെയിൻ ക്ലാസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ഒബ്ജക്റ്റ് ക്ലാസ്സിനകത്ത് നിങ്ങൾ നോക്കിയാൽ കണ്ടത് ഇത് നമ്മുടെ ഫൈനലൈസ് മെത്തേഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കണ്ടു. ഇത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതിനകത്ത് കോഡും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ രീതിയിൽ ഈ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യാം. അതായത് ഈ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റിസോഴ്സ് ഏതൊക്കെയാണോ അതിൻ്റെ ക്ലോസിംഗ് കോഡ് ഇവിടെ എഴുതി കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പം ഞാൻ എന്താ ഇവിടെ കൊടുക്കുകയാണ്, വോയിഡ് ഫൈനലൈസ്. നമുക്കപ്പോൾ ഈ മെത്തേഡിനെ ഞാൻ ഓവർറൈഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന റിസോഴ്സ് എന്തൊക്കെയാണോ അതെല്ലാം ഡിലീറ്റ് കൊടുക്കുകയാണ്, അതെല്ലാം ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ പ്രൊട്ടക്റ്റഡ് എന്ന് ഇതിൻ്റെ വിസിബിലിറ്റി കൊടുക്കണം. കാരണം എന്താണ്, ഈ മെത്തേഡ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ മെത്തേഡിനെ ഇവിടെ ഓവർറൈഡ് ചെയ്തു. ഇവിടെ മൗസ് ഓവർ ചെയ്താൽ കാണാം നമ്മുടെ ഈ മെത്തേഡിലേക്കാണ് ഇത് പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഫൈനലൈസ് എന്ന് പറഞ്ഞ മെത്തേഡിനെ ഞാനിവിടെ ഓവർറൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്തൊക്കെയൊക്കെ ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡേറ്റാബേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലോസ് ചെയ്യുന്ന കോഡ് എഴുതി കൊടുത്താൽ മതി. ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ജസ്റ്റ് സിസ്ഔട്ടിനകത്ത് നമുക്കിവിടെ കൊടുക്കാം ഇൻ ഫൈനലൈസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പ്രിൻ്റ് ആവുമല്ലോ. ഇനി സിസ്ഔട്ടിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഇപ്പം നമുക്കിപ്പോൾ വലിയ ഇപ്പോൾ ഡേറ്റാബേസിൻ്റെ കോഡും ഫയലിൻ്റെ കോഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ആ കണക്ഷൻ ആ ഫയലിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ് അല്ലെങ്കിൽ db.close അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, സക്സസ്ഫുള്ളി പെർഫോംഡ് ക്ലീനപ്പ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ജസ്റ്റ് ഞാൻ സിസ്ഔട്ടേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നിങ്ങളുടെ ഡേറ്റാബേസ് കണക്ഷൻ അല്ലെങ്കിൽ ഫയൽ കണക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡേറ്റാബേസിൻ്റെ ഒബ്ജക്റ്റ് DB ആണെങ്കിൽ അത് .close ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ്റെ ഒബ്ജക്റ്റ് ഇല്ലാതാണ് ഇവിടെ എറർ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലോസിംഗ് കോഡൊക്കെ നിങ്ങൾ ഇവിടെ ഇതുപോലെ എഴുതി കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ പാർട്ട് കമൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നമുക്ക് കളയാം. ഇനി ഇവിടെ മെയിൻ ക്ലാസ്സിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ. എന്നിട്ട് ex equal to new example. അപ്പം ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഒബ്ജക്റ്റിനെ ഇപ്പോൾ system dot gc gc എന്ന് വെച്ചാൽ എന്താണ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഗാർബേജ് കളക്ടർ എന്ത് ചെയ്യും, അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ഡിസ്ട്രോയ് ചെയ്യുന്നതിന് മുന്നേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലൈസ് മെത്തേഡിനെ കോൾ ചെയ്ത് നമ്മുടെ ക്ലീനപ്പ് ആക്ടിവിറ്റി പെർഫോം ചെയ്യും. അതായത് ആ ഒബ്ജക്റ്റ് എന്തിനെങ്കിലും അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റിലീസ് ചെയ്തിട്ടാണ് ഇത് ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ സിസ്ഔട്ടിൻ്റെ അകത്ത് കൊടുക്കാം ഒബ്ജക്റ്റ് ഡിസ്ട്രോയിഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊരു സാമ്പിൾ പ്രോഗ്രാമാണ്. അപ്പോൾ എന്ത് പറ്റും, ആദ്യം മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഗാർബേജ് കളക്ടറിനെ കോൾ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്ക് ശരിയാണെങ്കിൽ നമ്മുടെ ഗാർബേജ് കളക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലൈസിനെ കോൾ ചെയ്യണം അല്ലേ. കാരണം ഇവിടെ ഫൈനലൈസിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് റൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. അപ്പം ഞാനിത് റൺ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഡിസ്ട്രോയിഡ് സക്സസ്ഫുള്ളി എന്ന് മാത്രമാണ് വന്നത്. ഇത് ഈ പാർട്ട് എക്സിക്യൂട്ട് ആയിട്ടില്ല. അതായത് ഗാർബേജ് കളക്ടർ ഈ ഫൈനലൈസിനെ കോൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഈ പാർട്ട് കോൾ ചെയ്യാഞ്ഞത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. നമ്മളൊരു ഒബ്ജക്റ്റ് അൺയൂസ്ഡ് ആണോ അല്ലേ എന്ന് ഗാർബേജ് കളക്ടർ നോക്കും. അൺയൂസ്ഡ് ആണ്, അതിന് വേറെ റെഫറൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് അത് ഈ പറഞ്ഞ പോലെ എന്താണ് ക്ലീനപ്പ് ആക്ടിവിറ്റിക്ക് പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനിപ്പോൾ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് നമ്മളിവിടെ നള്ളാക്കി കൊടുക്കണം. ഓക്കെ, ഗാർബേജ് കളക്ടറിനെ വിളിക്കുന്നതിന് മുന്നേ ഈ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് നള്ളാക്കി കൊടുക്കണം. അപ്പോൾ ഇതിനെന്ത് മനസ്സിലാവും, ഒബ്ജക്റ്റ് അൺയൂസ്ഡ് ആണെന്ന്. അപ്പോൾ ഇതിനെ കോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലൈസിനെ കോൾ ചെയ്യും. അപ്പം ഞാനിത് റൺ ചെയ്യാണ്. കണ്ടോ, ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നൾ റെഫറൻസ് കണ്ടപ്പോൾ ഇതിനെ വിളിച്ചു. ഇതിനെ വിളിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടേക്ക് വന്നിട്ട് ഇതിനകത്ത് കയറിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞോണം നമ്മുടെ ഇപ്പോൾ ഫയലിൻ്റെ ഓപ്പറേഷൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് കോഡൊക്കെ ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനലൈസ് മെത്തേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഈ ഫൈനലൈസ് മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ എന്താണ്, റിസോഴ്സ് എല്ലാം ഡീഅലോക്കേറ്റ് ആയി. അത് കഴിയുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്തു.
മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ ഇവിടെ നള്ള് കൊടുക്കാതെ ഈ ഗാർബേജ് കളക്ടറിനെ വിളിക്കുമ്പോഴും അല്ലാതെ വിളിക്കുമ്പോഴും ഉള്ള വ്യത്യാസം. മനസ്സിലായല്ലോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോഴായിരിക്കും ഗാർബേജ് കളക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സാമ്പിൾ എക്സാമ്പിൾ കാണിച്ചതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.